ഒരു വർഷം തന്നെ ഏകദേശം 600 മുതൽ 700 വരെ കുഞ്ഞുങ്ങളെ റീപ്രൊഡ്യൂസ് ചെയ്യാൻ കഴിയുന്നതും ഒറ്റച്ചാട്ടത്തിൽ 3 മുതൽ 4 അടി വരെ ഉയരത്തിലെത്താൻ കഴിയുന്നതുമായ ഭൂമിയിലെ തന്നെ ഏറ്റവും സൗന്ദര്യമുള്ള ജീവിവർഗമാണ് മുയലുകൾ. ഹായ് ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ മുയലുകളെക്കുറിച്ചാണ് നോക്കുന്നത്. ഏകദേശം 300 ബ്രീഡുകളിലുള്ള മുയലുകളെ ലോകത്തെമ്പാടും നമുക്ക് കാണാനാവും. ഇത്തരത്തിലുള്ള വ്യത്യസ്ത മുയൽ ബ്രീഡുകളെ തന്നെ സ്മോൾ റാബിറ്റ് ബ്രീഡ്സ്, മീഡിയം ബ്രീഡ്സ്, ലാർജ് ബ്രീഡ്സ് എന്നിങ്ങനെ വലുപ്പത്തിൻ്റെ അടിസ്ഥാനത്തിൽ തരം തിരിച്ചിരിക്കുന്നു. അതുമാത്രമല്ല, ഓരോ ബ്രീഡിനും രോമത്തിലും ഷെയ്പ്പിലും വേഗത്തിലും എല്ലാം വ്യത്യാസങ്ങൾ കാണാനാവും. ഏറ്റവും അധികം മൾട്ടിപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം റീപ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന ജീവികളാണ് മുയലുകൾ. ഒരു വർഷം ഒരു അമ്മ മുയലിന് ഏകദേശം 700 മുതൽ 800 വരെ കുഞ്ഞുങ്ങളെ ഉൽപ്പാദിപ്പിക്കാനാവും. ഇതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് മുയലിൻ്റെ ഏറ്റവും ഷോർട്ടായിട്ടുള്ള പ്രഗ്നൻസി പീരീഡാണ്. ഇത് എത്രത്തോളം ഷോർട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏകദേശം 28 മുതൽ 30 ദിവസങ്ങൾ വരെയാണ് മുയലിൻ്റെ ഗർഭകാലം. ഒരു പ്രസവത്തിൽ തന്നെ 5 മുതൽ 12 വരെ കുഞ്ഞുങ്ങൾക്ക് മുയലിന് ജന്മം നൽകാനാവും. ഒരു പ്രസവത്തിന് ശേഷം ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അമ്മമുയൽ വീണ്ടും പ്രഗ്നൻ്റ് ആവുന്നു. പൂർണ്ണ വളർച്ചയെത്തിയ മുയലിന് 10 കിലോയിൽ താഴെ ഭാരം കാണാനാവും. ജനിച്ചു വീഴുന്ന മുയലിന് ഏകദേശം 30 മുതൽ 40 ഗ്രാം വരെ മാത്രമേ ഭാരം കാണാനാവൂ. 7 മുതൽ 10 വർഷങ്ങൾ വരെ മുയലുകൾ ജീവിച്ചിരിക്കും. ഇന്ത്യയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഇന്ത്യൻ ഹേഴ്സിനെയാണ്. ഇത് മുയലുകളല്ല. മുയലുകളും ഇന്ത്യൻ ഹേഴ്സും 2 ഡിഫറൻറ്റ് സ്പീഷീസിൽപ്പെട്ടവരാണ്. ഇന്ത്യൻ ഹെയറിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ നീളമേറിയ ചെവികളും വളരെ ശക്തിയേറിയ കാലുകളും. നീളത്തിലും ശക്തിയിലും ആ കാലുകൾ വളരെയധികം വലുതാണ്. പക്ഷേ കാഴ്ചയിൽ മുയലുകളും ഈ ഇന്ത്യൻ ഹെയറുകളും ഏറെക്കുറെ ഒരുപോലെ തന്നെയാണ്. എന്നാൽ ഇന്ത്യയിൽ നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ളതും ഏറ്റവും അധികം ആളുകൾ വളർത്തുന്നതുമായിട്ടുള്ളൊരു മുയൽ ബ്രീഡാണ് ന്യൂസിലൻഡ് വൈറ്റ് എന്ന് പറയുന്നത്. വെളുത്ത രോമങ്ങളും പിങ്ക് കണ്ണുകളുമൊക്കെയാണ് ന്യൂസിലൻഡ് വൈറ്റിനുള്ളത്. ഇത് കൂടാതെ തന്നെ അൻഗോറ റാബിറ്റ്, സോവിയറ്റ് ചിഞ്ചില, ഡച്ച് റാബിറ്റ് എന്നിവയും നമ്മുടെ നാട്ടിൽ പൊതുവെ കാണാനാവുന്ന മുയൽ ബ്രീഡുകളാണ്. പ്രധാനമായും മീറ്റിനാണ് ഇത്തരത്തിലുള്ള മുയലുകളെ നമ്മൾ പൊതുവായിട്ട് ഉപയോഗിക്കുന്നത്. മുയലുകൾക്ക് ഏകദേശം അവയുടെ ഏറ്റവും വലിയ പ്രത്യേകതയും അത് തന്നെയാണ്. മുയലുകൾക്ക് ഏകദേശം 360 ഡിഗ്രിയിൽ എന്തിനേയും കാണാനാവും. ഇരകളിൽ നിന്നും ഏറ്റവും അധികം ഇവയെ രക്ഷിക്കുന്നതും ഈ കാഴ്ചശക്തി തന്നെയാണ്. ഇതുകൂടാതെ തന്നെ മുയലുകളുടെ ചെവി അവയ്ക്ക് വളരെ പ്രത്യേക രീതിയിൽ തിരിച്ചുകൊണ്ട് ശബ്ദങ്ങളെ തിരിച്ചറിയാനും ഓടി മറയുവാനും സാധിക്കും. ലോകമെമ്പാടും മുയൽ ബ്രീഡുകൾ വളരെയധികം ഉണ്ടെങ്കിലും ഓസ്ട്രേലിയയാണ് മുയൽ പോപ്പുലേഷന് ഏറ്റവും അധികം നിറഞ്ഞിരിക്കുന്നത്. മുയലുകൾക്ക് ഒട്ടുമിക്ക ഏതൊരു കാലാവസ്ഥയിലും ജീവിക്കാനാവും. ഓപ്പൺ ഫീൽഡുകളിലും ഫോറസ്റ്റുകളിലും ചില ഡെസേർട്ടുകളിൽ വരെ മുയലുകളെ നമുക്ക് കാണാനാവും. കൂട്ടം കൂടി ജീവിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ് മുയലുകൾ. ഇതിവരെ ഇരകളിൽ നിന്ന് സംരക്ഷിക്കാൻ പ്രത്യേക തരത്തിൽ സഹായിക്കുന്നു. പുല്ലുകളും പഴങ്ങളും പച്ചക്കറികളും ഒക്കെ കഴിച്ച് ജീവിക്കുന്നവരാണ് മുയലുകൾ. മുയലുകളെ പെറ്റാക്കി വളർത്തുന്നവരും വളരെ അധികമാണ്. സോഷ്യൽ ആനിമൽ ആയതുകൊണ്ട് തന്നെ വളരെ ഫ്രണ്ട്ലിയാണ് മുയലുകൾ. ഇവയെ നോക്കാനും വളരെ എളുപ്പമാണ്. പക്ഷെ വളരെയധികം സേഫായിട്ടുള്ള എൻവയോൺമെൻറ്റിൽ വേണം മുയലുകളെ വളർത്താൻ. എക്സസൈസ് ചെയ്യാനുള്ള സ്പേസ് ഉണ്ടാവണം. മുയലിൻ്റെ പല്ലുകൾ ജീവിതകാലം മുഴുവൻ വളർന്നുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് തന്നെ നമ്മൾ കൊടുക്കുന്ന ഫുഡിനുള്ളിൽ നാരുകളുടെ അംശവും അരച്ച് കഴിക്കാൻ പറ്റുന്ന രീതിക്കുള്ള ഫുഡായിരിക്കണം ബ്രീഡേഴ്സ് കൊടുക്കേണ്ടത്. പ്രധാനമായും യൂറോപ്പ്, ചൈന, അമേരിക്ക എന്നിവിടങ്ങളിൽ മാംസത്തിന് വേണ്ടി മുയലുകളെ വളർത്താറുണ്ട്. മീറ്റിന് വേണ്ടി മാത്രമല്ല, മുയലിൻ്റെ രോമവും വസ്ത്രനിർമ്മാണത്തിനായിട്ട് ഉപയോഗിക്കുന്നു. പണ്ടുകാലം മുതലേ തന്നെ മുയലുകൾ ഒരു അത്ഭുത ജീവികളായിരുന്നു. മനുഷ്യന് വളരെയധികം കാർട്ടൂണുകളുടെയും ചിത്രങ്ങളുടെയും ഒക്കെ ഭാഗമായി മാറാൻ മുയലുകൾക്ക് സാധിച്ചിട്ടുണ്ട്. ഓട്ടത്തിൻ്റെ കാര്യത്തിലും മുയലുകൾ വളരെ മുന്നിലാണ്. പിൻകാലുകളുടെ ശക്തി മൂലം 60 കിലോമീറ്റർ വേഗതയിൽ ഇവയ്ക്ക് ഓടാനാവും. 3 മുതൽ 4 അടി വരെ ഉയരത്തിൽ ചാടാനും ഈ മുയലുകൾക്കാവും. നമ്മുടെ എക്കോസിസ്റ്റത്തിനും വളരെയധികം ഹെൽപ്ഫുള്ളാണ് മുയലുകൾ. പുല്ലുകളുടെയും കാട്ടുപഴങ്ങളുടെയും ഒക്കെ ഓവർ ഗ്രോത്ത് തടയുന്നത് മുയലുകളാണ്. ഇതുകൂടാതെ തന്നെ ഒട്ടുമിക്കവാറും എല്ലാ തരത്തിലുള്ള എക്കോസിസ്റ്റം മേക്കിങ്ങിനും നമ്മുടെ ഈ മുയലുകൾ നമ്മുടെ പ്രകൃതിയെ സഹായിച്ചു വരുന്നു. പൊതുവെ കാട്ടിലെ ഒരു ക്യൂട്ട് ആനിമലാണ് മുയലുകൾ. അങ്ങനെ കാട്ടിലും നാട്ടിലുമൊക്കെയായിട്ട് ഇവരിങ്ങനെ സ്വൈര്യവിഹാരം നടത്തി വരുന്നു. മുയലുകളെ പറ്റിയുള്ള അത്യാവശ്യം എല്ലാ ഡീറ്റെയിൽസും തന്നെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മുയലുകളെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്